ഉരുൾപൊട്ടലിൽ മേപ്പാടി സ്വദേശി സുദേവനും കുടുംബവും അകപ്പെട്ടിരുന്നു. അഞ്ചംഗ കുടുംബത്തിൽ സുദേവന്റെ അമ്മയുടെയും ഇളയ മകന്റെയും മൃതദേഹം കണ്ടെത്തി. മറ്റു 3 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. സുദേവന്റെ സഹോദരങ്ങളും തെരച്ചിലിനായി രംഗത്തുണ്ട്. MB ദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കയ മേഖലയിലാണ്. മുണ്ടക്കയ മേഖലയിൽ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച തെരച്ചിൽ നടപടികളാണ് ഇപ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടത്തുന്ന തെരച്ചിൽ ഇവിടെ ഉണ്ടായിരുന്ന സുദേവൻ എന്ന് പറയുന്ന ആളിൻ്റെ വീടാണ് ഇപ്പോൾ ഇവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ ഇവരടക്കം 5 അംഗങ്ങളായിരുന്നു ഇവിടെ താമസിച്ചിരുന്നതെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസമെല്ലാം ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുകയും ഇവിടെ നിന്നും ഒരു മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ സുദേവൻ്റെ ജ്യേഷ്ഠനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ ചേരുന്നത്. ഇവിടെ എത്ര പേര്? 5 പേരാണ്. ഏട്ടനും ഏട്ടത്തിയമ്മയും 3 മക്കളും 2 മക്കളും അമ്മയും. ഇതുവരെ നമുക്ക് ബോഡി കിട്ടിയത് 2 പേരെ, അമ്മയും മോനും കിട്ടിയത്. ബാക്കി 2 പേരെ കിട്ടാനുള്ള ആരൊക്കെയാണ്? അവരുടെ പേര് കിട്ടാനുള്ള ആളുകളുടെ പേരെന്താണ്? സുദേവൻ, വിഷ്ണു, ഷീജ. ഈ സുദേവന്റെ മക്കളാണല്ലേ വിഷ്ണുവും വൈഷ്ണവും? ഒരു മകനെയാണ് നമുക്ക് ഇളയവനെ കിട്ടി, മൂത്തവനെ കിട്ടാണ്ട്. ഇപ്പോൾ ഇദ്ദേഹം കാണിച്ചു കൊടുത്തത് പ്രകാരം ഈ ഒരു വീടിൻ്റെ ഒരു മുന്നിലായി ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗേറ്റിൻ്റെ മുന്നിൽ കൂടി ഒരു ചാലൊഴുകിയാണ് ഈ താഴെ പുഴയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ തിരഞ്ഞു നോക്കാൻ ഒരു സാധ്യതയുള്ള ഒരു സ്ഥലം ഈ വീട്ടിലുണ്ടായിരുന്ന സുദേവൻ്റെ ജ്യേഷ്ഠൻ തന്നെ കാണിച്ചു കൊടുത്തിരിക്കുന്നത് പ്രകാരമാണ് ഇപ്പോൾ ഇവിടെ ഒരു തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ 3 പേരുടെ മൃതദേഹങ്ങളാണ് ഇനി ഇവിടെ നിന്നും കണ്ടുകിട്ടാനുള്ളത്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മൃതദേഹം മാത്രമാണ് ലഭിച്ചത്. ഒരു മകനുണ്ട്. മകൻ്റെയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ സുദേവൻ്റെയും ഒപ്പം തന്നെ ജ്യേഷ്ഠത്തിയായ ഷീജയുടെയും മൃതശരീരമാണ് ഇനി ഇവിടുന്ന് ലഭിക്കാനുള്ളത്. അതിൻ്റെ ഒരു തിരച്ചിലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പരിസരത്തെ വീടുകളിലും ഇതുപോലെ തന്നെ ആളുകൾ എത്തി, ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ തന്നെ തിരിച്ചെത്തി അവരുടെ ഒരു സഹായത്തോടു കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങൾ നോക്കിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.